ഓരോ പ്രാവശ്യവും ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു തരം റിഫൈൻമെൻ്റ് ഉണ്ട്. കുറേ കൂടി മുമ്പോട്ട് പോകാനായിട്ട് പ്രചോദനമുണ്ട്. ഒപ്പം ഇന്നലെ കേട്ടത് കണക്കല്ല നാളെ കേൾക്കാൻ പോകുന്നത്. ഒരേ പുഴയിൽ 2 പ്രാവശ്യം ചവിട്ടാൻ പറ്റില്ലെന്ന് പറയുന്ന കണക്ക് ഒരേ കാര്യം നിങ്ങൾക്ക് വീണ്ടും കേൾക്കുമ്പോൾ പുതിയൊരു ബോധം ഉണ്ടാവുക. കേൾവിയിലൂടെയാണ് എല്ലാ ശുദ്ധീകരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ 33 വർഷം ഭൂമിയോടൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വെറുതെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. സ്നേഹമെന്ന് പറഞ്ഞൊരു പദം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ അവസാനിക്കുന്നുണ്ട്, ബോധനങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ അവസാനിക്കുകയാണ്. ഇതിനെ എംബലിഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ബാക്കിയുള്ള എല്ലാ പദങ്ങളും. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നിൻ്റെ രാജ്യം ഞങ്ങളുടെ ഭൂമിയിലേക്ക് വരണമേ. വളരെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഭൂമിയെ സ്വർഗത്തിലേക്ക് കയറ്റാനല്ല, സ്വർഗത്തോട് ഭൂമിയിലേക്ക് വരാനാണ് നമ്മൾ ആവശ്യപ്പെടുക. എങ്ങനെയാണ് സ്വർഗം ഭൂമിയിലേക്ക് വരുന്നത്? നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയ പദമല്ലാതെ സ്വർഗത്തിന് ഭൂമിയിലേക്ക് കോണിപ്പടി ഇറങ്ങാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു പദമുണ്ടോ? സ്നേഹമാണ്. പാർക്കുന്നിടത്തെ സ്വർഗതുല്യമാക്കുന്ന ആ മാന്ത്രിക പദത്തിൻ്റെ പേരാണ് സ്നേഹം. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും. വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനിങ്ങനെ സൗഖ്യപ്പെടും. ഒരു വാക്കുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ ആ വാക്കിനകത്തേക്ക് എന്തുമാത്രം സ്നേഹം സന്നിവേശിക്കപ്പെടണം. ദീർഘമായ സംഭാഷണങ്ങൾ ആവശ്യമില്ല, ചർച്ചകൾ ആവശ്യമില്ല, സംവാദങ്ങൾ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു അർത്ഥപദം കൊണ്ട് പോലും, ഒരു പാതി വാക്കുകൊണ്ട് പോലും ഭൂമിയിൽ മനുഷ്യർക്ക് സൗഖ്യം സംഭവിക്കുന്നുണ്ട്. പോട്ടെന്ന് പറഞ്ഞൊരു വാക്കെടുക്കുക, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥമില്ല, എന്താ ഈ പോട്ടെ എന്ന് പറയുന്നത്. പക്ഷെ എത്രയോ മനുഷ്യർക്കാണ് ആ ചെറിയ പദം സൗഖ്യം കൊടുത്തിരിക്കുന്നത്. ഏത് പദം കൊണ്ടാണ് നിങ്ങളുടെ ഉറ്റവർക്ക് സൗഖ്യം കൊടുക്കാൻ പോകുന്നത്? ഈ രാത്രിയിൽ ഒരുമിച്ചിരുന്ന് നമ്മളിത് പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന മാന്ത്രിക പദം ഏതാ? പദം എന്തോ ആവട്ടെ, ആ പദത്തിനകത്ത് ഈ വക്കോളം സ്നേഹമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. ഒരാളുടെ ഏക മൂലധനമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ടെന്നീസോ ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നവർക്കറിയാം, കളി തുടങ്ങുന്നത് ഈ ലവോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? എങ്ങനെയാണ് പദം നമ്മുടെ സ്പോർട്സിലേക്ക് വന്നത്? ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. ഫ്രഞ്ച് ഭാഷയിൽ ലഫ് എന്ന് പറയുന്ന ഒരു പദത്തിന് എഗ്ഗ്, മുട്ട എന്നൊരർത്ഥമുണ്ട്. സ്വാഭാവികമായിട്ട് 0. അതിന് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് മുട്ടയിടുക എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വെറുതെ 0യിൽ നിന്ന് ആരംഭിക്കുന്ന അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കുന്നുള്ള ഒരു വിശദീകരണമുണ്ട്. പക്ഷേ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ഈ കളിക്കാർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ കളി തുടങ്ങുമ്പോൾ അവരുടെ കൈവശമുള്ളത് ഈ കളിയോടുള്ള ആ പ്രേമം മാത്രമേ ഉള്ളൂ. ഏതൊരു കളി ആരംഭിക്കുമ്പോഴും ഒരാളുടെ മൂലധനം വാസ്തവത്തിൽ സ്നേഹം മാത്രമാണ്. ഒരു ദാമ്പത്യം ആരംഭിക്കുമ്പോഴും, ഒരു പ്രണയം ആരംഭിക്കുമ്പോഴും, സൗഹൃദം ആരംഭിക്കുമ്പോഴും ഒരാളുടെ കൈവശമുള്ള മൂലധനം അത് മാത്രമാണ്. പിന്നെ അതിനകത്തു നിന്നാണ് ഓരോന്നും ബിൽഡ് ചെയ്യുക. ആ അടിസ്ഥാന മൂല്യത്തെ, അടിസ്ഥാന പദത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് കേൾവിയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന നമ്മുടെ ഒരു ഭാവനയും ബോധവുമൊക്കെ ഉണ്ട്. രാമായണ മാസമാണ്. കർക്കിടക പെയ്ത്തിനോടൊപ്പം തന്നെ തിരിയിട്ട വിളക്കിന് മുമ്പിലിരുന്നു കൊണ്ട് ഈ രാമായണ കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത ഭവനങ്ങളുള്ള മനുഷ്യർ. ഇതിനകത്ത് പുതിയതായിട്ട് എന്താ കേൾക്കാനായിട്ടുള്ളത്? ഇതെന്താ പുതിയതായിട്ട് പറയാനായിട്ടുള്ളത്? അത്രയും ഹൃദിസ്ഥമായ ഒരു പാരമ്പര്യമോ കഥയോ ഒക്കെ ആയിട്ട് അത്രയും നമ്മുടെ ഉള്ളിൽ തറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളാണ് രാമായണത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? ഓരോ പ്രാവശ്യവും ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു തരം റിഫൈൻമെൻ്റ് ഉണ്ട്. കുറേ കൂടി മുമ്പോട്ട് പോകാനായിട്ട് പ്രചോദനമുണ്ട്. ഒപ്പം ഇന്നലെ കേട്ടത് കണക്കല്ല നാളെ കേൾക്കാൻ പോകുന്നത്. ഒരേ പുഴയിൽ 2 പ്രാവശ്യം ചവിട്ടാൻ പറ്റില്ലെന്ന് പറയുന്ന കണക്ക് ഒരേ കാര്യം നിങ്ങൾക്ക് വീണ്ടും കേൾക്കുമ്പോൾ പുതിയൊരു ബോധം ഉണ്ടാവുക. കേൾവിയിലൂടെയാണ് എല്ലാ ശുദ്ധീകരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ 33 വർഷം ഭൂമിയോടൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വെറുതെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു.
സ്നേഹം എന്ന് പറഞ്ഞൊരു പദം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ അവസാനിക്കുന്നുണ്ട്, ബോധനങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ അവസാനിക്കുകയാണ്. ഇതിനെ എംബലിഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ബാക്കിയുള്ള എല്ലാ പദങ്ങളും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അവനവൻ്റെ ആത്മശുദ്ധീകരണത്തെ സഹായിക്കും. അതുകൊണ്ടാണല്ലോ പിന്നീട് യേശു പറയുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. എന്താണ് അവൻ പറയാനായിട്ട് ശ്രമിച്ച വാക്ക്? സ്നേഹം. ഒറ്റ പദത്തിലേക്ക് ഇങ്ങനെ അവൻ്റെ ജീവിതം ചുരുങ്ങുന്നതിൻ്റെ കഥയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. എല്ലാ പ്രചോദനങ്ങളും വരുന്നത് ഈ കേൾവിയിലൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം, എങ്ങനെയാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തിന്മ വന്നതെന്ന് വേദപുസ്തകം പറയുന്നത്. ഏദനിൽ ഈ പറഞ്ഞ ഒരു രകം അവൻ്റെ കാതുകളിൽ മന്ത്രിച്ചെന്ന വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഈ മറ്റേതൊരു സെൻസസിനേക്കാളും അവനവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് കെൽപ്പുള്ള, പ്രാപ്തിയുള്ള, പൊട്ടൻഷ്യലായ ഒരു ഘടകമെന്ന് പറയുന്ന കേൾവിയാണ്. അതിലൂടെ ഇങ്ങനെ നിരന്തരം കേട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഈ വാസ്തവത്തിൽ ഈ ആദ്യ മനുഷ്യനും അവൻ്റെ ഭാര്യയ്ക്കുമൊക്കെ, അല്ലെങ്കിൽ അവൻ്റെ ആദ്യം റിവേഴ്സ് ആയിരിക്കാം, എന്തായാലും രണ്ടിലൊരാൾക്ക് ഇങ്ങനെ ഈ കാര്യങ്ങൾ പാളിപ്പോകുന്നത്. അപ്പോൾ എന്ത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ എന്ത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ രൂപപ്പെടുത്തുന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം സ്നേഹത്തെക്കുറിച്ച് കേൾക്കാനും സ്നേഹഭാഷണങ്ങളായിരിക്കാനും സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കാനും ഒക്കെ ഉള്ള ഒരു ധൈര്യവും ഒരു പരിസരമൊക്കെ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. യേശു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നോക്കൂ അവൾ എത്രയാണ് സ്നേഹിക്കുന്നതെന്ന്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു മാളിക വീടാണ്. ആ മാളിക വീട്ടിൽ വലിയൊരു സദ്യ നടക്കുന്നു. പക്ഷേ അല്പം പോലും യേശു കണക്ട് ആവുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ചിലയിടങ്ങളിൽ നമ്മളിങ്ങനെ ഈ കരയിൽ വീണ മീനെ കണക്ക് തീരെ കണക്റ്റാവില്ല. അത്തരമൊരിടമായിട്ടാണ് വേദപുസ്തകം ഈ ശിമയോൻ്റെ മാളിക വീടിനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ വരുന്നു, അവൻ്റെ കാൽപ്പാദങ്ങളിരിക്കുന്നു. ഇടറിപ്പോയ സ്ത്രീയാണ്. അതുകൊണ്ട് അവൾ ഇന്നോളം കണ്ടുള്ളതൊക്കെ ഇടറിയ മനുഷ്യരുടെ കാൽപ്പാദങ്ങളാണ്. ജീവിതത്തിൽ ഇടറാത്ത ഒരു മനുഷ്യൻ്റെ കാൽപ്പാദം കണ്ടപ്പോൾ അവൾക്ക് വാവിട്ട് കരയണം തോന്നി. വെല്ലുവായി നിലവിളിച്ചു, തലമുടി കൊണ്ട് തുടച്ചു, തെരുതരാ ചുംബിക്കുക. ആ വാക്ക് തന്നെ വേദപുസ്തകം ഉപയോഗിക്കുന്നത്. അവൾ ഈ ചുംബനം അവസാനിപ്പിക്കുന്നില്ലെന്നാണ് പറയുക. അപ്പോൾ അവൻ്റെ ആതിഥേയം മനസ്സിൽ വിചാരിക്കുകയാണ്, ഏതുതന്നെ സ്ത്രീയാണ് ഇവനെ തുടർന്ന് ഇവനറിയാമോ? യേശുവിന് ആകപ്പാട് അറിയാവുന്നൊരു കാര്യം ഈ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ വായിച്ചെടുക്കുക. അവിടുന്ന് പറഞ്ഞു, ശമയോനെ നോക്കൂ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അർത്ഥം എന്താണ്? നീ ഇപ്പോൾ വിളമ്പുന്ന ഈ സ്നേഹത്തിന് പിന്നിൽ, ഈ വിരുന്നിന് പിന്നിൽ സ്നേഹമില്ല. ഓരോ സ്നേഹിക്കുന്ന മനുഷ്യനെയും ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നമ്മളോട് പറയും, നോക്കൂ അവരെത്രയാണ് സ്നേഹിക്കുന്നതെന്ന്. അത് വാസ്തവത്തിൽ മുമ്പോട്ട് പോകാനുള്ള പ്രേരണയാണ്. സ്നേഹിക്കുന്ന മനുഷ്യർ നമുക്ക് വേണ്ടിയുള്ള അടയാളപ്പലകളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ സ്നേഹത്തെക്കുറിച്ച് മാത്രം ഒരു പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് സംഭവിക്കാൻ പോകുന്നൊരു വൈമുഖ്യമോ വിരസതയൊക്കെ ഉണ്ടാവുമെന്നറിയാം. പക്ഷേ നിരന്തരം പുതുക്കേണ്ട ഒരു പദമായിട്ട് നമ്മൾ വെറുതെ ഒന്ന് സ്നേഹത്തെ എടുക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക്, കളിയിൽ എന്നത് കണക്ക് ജീവിതത്തിലെയും അടിസ്ഥാന മൂല്യം അല്ലെങ്കിൽ അടിസ്ഥാന മൂലധനം എന്ന് പറയുന്ന സ്നേഹം മാത്രം. വേറെ എന്താ ഒരാളുടെ കൈവശമുള്ളത്? ഇപ്പോൾ പ്രീസ്റ്റ്ഹുഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ധ്യാന വിചാരങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതായിരുന്നു പ്രധാനപ്പെട്ടൊരു വിചാരം. ഒരു കാലത്തൊരു ദേശത്തെ പുരോഹിതൻ എന്ന് പറയുന്നത് ആ ദേശത്തെ പലതുമായിരുന്നു. ആ ദേശത്തെ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു വ്യക്തിയായിരുന്നു. അയാൾക്ക് കുറച്ച് ചികിത്സയൊക്കെ അറിയാം. ഇങ്ങനെ പല അളവുകളിലും ആ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഓരോ മേഖലയ്ക്കകത്തും അതിനേക്കാളൊക്കെ മുമ്പോട്ട് പഠിച്ചിട്ടുള്ള, മുമ്പോട്ട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള, മുമ്പോട്ടുള്ള അനുഭവജ്ഞാനമുള്ള കുറേ അധികം മനുഷ്യരെ ഇപ്പോൾ അയാൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് പുതുതായിട്ടൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, പുതുതായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട കാര്യമില്ല, അയാൾക്കൊരു ചികിത്സയും ഏർപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ മുറിക്കകത്ത് ഒറ്റക്ക് പാർക്കുന്ന ആ മനുഷ്യൻ്റെ മൂലധനം എന്താണ്? അല്ല, മൂലധനം എന്ന് പറയുന്ന സ്നേഹം മാത്രം. അസല് ഈ മൂലധനം ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വേദപുസ്തകത്തിലൊരു ഭാഗമോ അല്ലെങ്കിൽ അവസാന വരികളൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇങ്ങനെ ശിമയോനോട് ചോദിക്കുന്നുണ്ട്, നീ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനേക്കാൾ ഇവരെക്കാൾ ഒക്കെ സ്നേഹിക്കുന്നുണ്ട്? വലിയൊരു ചാകരയുടെ മുമ്പിലിരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഈ വലിയ സമൃദ്ധിയേക്കാൾ, ഈ വലിയ ഐശ്വര്യങ്ങളെക്കാൾ ഒക്കെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹം ഉറപ്പ് വരുത്തിയിട്ടാണ് പറയുന്നത്, എൻ്റെ ആടുകളെ മേയ്ക്കുക. സ്നേഹം മാത്രമാണ് മൂലധനം. അതുകൊണ്ടാണ് ഇത്രയും പുരോഹിതർ, ഇത്രയും പണ്ഡിതരായ പുരോഹിതന്മാരും ലേണഡോ അല്ലെങ്കിൽ സ്വാധീനമോ സാമൂഹ്യ പരിഷ്കർത്താക്കളായ പുരോഹിതന്മാർ ലോകത്തുണ്ടായിട്ടും പുരോഹിതന്മാരുടെ മധ്യസ്ഥനായിട്ട് സഭ എടുത്തിരിക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനെ. അദ്ദേഹത്തിൻ്റെ പഠിത്തത്തിലുള്ള അപാകത കൊണ്ട് പുറത്തു തള്ളാനായിട്ട് കരുതിയിരുന്ന ഒരു മരിയാവിയാനി എന്ന് പറയുന്ന
ഒരു മനുഷ്യനാണ് ഈ പ്രീസ്റ്റിൻ്റെയൊക്കെ പേറ്റനായിട്ട് എടുക്കുന്നത്. അവിടെ ആ മനുഷ്യൻ്റെ കൈവശം സ്നേഹമുണ്ടെന്ന് മാത്രമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്ന ഏക ഒരു ധൈര്യം, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് അയാളുടെ അധികാരികൾക്കുണ്ടായ ഏക മതിപ്പ്. ആ മതിപ്പിലാണ് ഈ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ ഒരാൾക്ക് അയാളുടെ ഏതൊരു തരത്തിലുള്ള ജീവിതവും ഏതൊരു മേഖലയിലുള്ള ജീവിതവും ആരംഭിക്കാൻ പറ്റുന്ന ഒരു മൂലധനത്തിൻ്റെ പേരാ സ്നേഹം. ആ കളി ആരംഭിക്കാൻ പോവുകയാണ് ലവ് ഓൾ. പിന്നെ ആദ്യം പറഞ്ഞൊന്നും രസകരമായൊരു സംഭവം തന്നെയാണ് ഈ എഗ് എന്ന് പറഞ്ഞ സംഭവം. ഈ സ്നേഹത്തിൽ സംഭവിക്കുന്ന ഒരു ശൂന്യവൽക്കരണമുണ്ട്. ഈ കെനോസ് എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഗൂഗിൾ ചെയ്തൊക്കെ ഒന്ന് കണ്ടെത്തിയെന്നല്ല വാസ്തവത്തിൽ. ഒത്തിരി ക്രിസ്തു ദൈവശാസ്ത്രം ആ പദത്തിന് ചുറ്റുമാണ് ഇങ്ങനെ വലം പ്രദക്ഷിണം വെക്കുന്നത്. കനോസിസ്, ഇങ്ങനെ സ്വയം ശൂന്യനാകാൻ വേണ്ടി അവിടെ തീരുമാനിച്ച ആ ഒരു വർത്തമാനമാണ് ഈ കെനോസിസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ഇങ്ങനെ ഒന്നുമല്ലാതെ ആയിത്തീരുക എന്ന് പറയുന്ന സംഭവമുണ്ട്. സ്നേഹത്തിൽ സംഭവിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസോൾവ് ചെയ്യാന്ന് പറയുക. ഈ ഉപ്പുപാവുകൾ ഈ കടൽ ജലത്തിൽ വീഴുന്ന കണക്കാണ്. അത് വീഴുന്നവരെ അതുള്ളൂ, അതിനുശേഷം അതില്ല. അസലി സൂഫി കഥയൊക്കെ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മറ്റൊരാളെ തേടി ചെല്ലുന്നു, അയാളുടെ പ്രണയിനെ തേടി ചെല്ലുമ്പോൾ പുറത്താരെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞു നടക്കുക. കാരണം അവൾ പറയുന്ന ഈ വീടിനകത്ത് 2 പേർ കടവില്ല, ഞാൻ തന്നെ കഷ്ടിച്ചാണ് പാർക്കുന്നത്. ആ വാക്കിൻ്റെ ഒരു പരിഭ്രമത്തിൽ ഈ മനുഷ്യൻ അവിടം വിട്ടു പോവുകയും കുറേ അധികം വർഷങ്ങൾ അലഞ്ഞ് വാർദ്ധക്യത്തിൽ മടങ്ങി വരുമ്പോഴേക്കും ഇതേ ചോദ്യം ആ സ്ത്രീ വീണ്ടും ചോദിക്കുകയാണ്, പുറത്താരാ? അപ്പോൾ അന്ന് ഞാനാണെന്ന് പറയുന്ന ഈ മനുഷ്യൻ വാവിട്ട് കരയുക. കാരണം ഇപ്പോൾ അയാളില്ല. കഴിഞ്ഞ 10-70 വർഷങ്ങൾ അവളിൽ മാത്രം അർപ്പിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവളിൽ മാത്രം ഏകാഗ്രമായിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവളെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുകയായിരുന്നു, അവളെക്കുറിച്ച് മാത്രം പാടുകയായിരുന്നു, അവളുടെ ഓർമ്മകൾക്ക് ചുറ്റും പ്രദർശനം ചെയ്യുകയായിരുന്നു. സ്വാഭാവികമായിട്ട് അയാളില്ല. അയാൾ പറയുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നത് ഞാനല്ല നീയാ, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന നീയാ. അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന പറയുന്നൊരു പ്രക്രിയയുണ്ട്. എല്ലാ മത ആചാരങ്ങളോ പാരമ്പര്യങ്ങളോ പറയാൻ ശ്രമിക്കുന്നത് ഒരു കുന്ന് തകർക്കാൻ വേണ്ടിയാണ്. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അവന് വഴിയൊരുക്കാനായിട്ട് നിങ്ങൾ കുന്നു നിരപ്പാക്കാന്ന് പറയും. കുന്ന് പറയുന്നത് നമ്മുടെ ശക്തമായ ഈഗോയാണ്. ഏതെങ്കിലും ഒരു മതം ഈ ഈഗോയെ കൺഫ്രണ്ട് ചെയ്യാതെ മുമ്പോട്ട് പോയിട്ടുണ്ടോ? എല്ലാവരും പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ ഭിക്ഷുക്കളുടെയും സാധകരുടെയും ഒക്കെ ഒരു പാരമ്പര്യം എല്ലാ പാരമ്പര്യങ്ങളിലും ഉണ്ടായത്, എല്ലാ സമ്പ്രദായങ്ങളിലും ഉണ്ടായത്. കാരണം നമ്മൾ ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നിന്നാണ് പതുക്കെ ചില കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. എൻ്റെ കൈവശം ശൂന്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ ദിവസമാണ് നിൻ്റെ ഈ ഒരു പൊൻതുട്ട് എൻ്റെ കരങ്ങളിലേക്ക് നീ നിക്ഷേപിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് എല്ലാ മതങ്ങളും പറയാനായിട്ട് ശ്രമിക്കുന്ന ഏകപാഠം. പക്ഷെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക? ഈ കുന്ന് നിരപ്പാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് കുന്ന് നിരപ്പാക്കുക എന്ന് പറയുന്നത്? കാരണം എളുപ്പമല്ലത്. കൂടം കൊണ്ട് അടിച്ച് പൊട്ടിക്കാവുന്ന ഒന്നാണ് കുന്നെന്ന് ആർക്കും തെറ്റിദ്ധാരണയില്ല. ലോകത്തുള്ള എല്ലാ പാറയെയും ഭേദപ്പെടുത്തിയത്, മെച്ചപ്പെടുത്തിയത്, മെഴുക് കണക്ക് പരുവപ്പെടുത്തിയത് വാസ്തവത്തിൽ ഈ വലിയ കൂടങ്ങളോ വലിയ സമ്പ്രദായങ്ങളോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് നിരന്തരമായിട്ട് അതിന് മീതെ ഒഴുകിക്കൊണ്ടിരുന്ന ജലമായിരുന്നു. ഈ നദികളാണ് ഈ പർവ്വതങ്ങൾ രൂപപ്പെടുത്തിയത്. കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കടൽശില കെട്ടുമ്പോഴേക്കും ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ സ്ക്വയറാണ്, ചതുരത്തിലാണ് കെട്ടുന്നത്. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും അതിങ്ങനെ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഒരു വൃത്തത്തിൻ്റെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടൊരു കൃത്യമായിട്ടൊരു ഭൂഗോളത്തിൻ്റെ ലെവലിലേക്ക് മാറുന്ന കാണാം. കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ അതിന് മീതെ അടിച്ചടിച്ച് ഈ തിരമാലകൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. വാസ്തവത്തിൽ എല്ലാ പാറകളെയും തകർക്കാനായിട്ട് ഒരൊറ്റ സാധ്യത മാത്രമേ ഉള്ളൂ, അതിങ്ങനെ സ്നേഹത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം. അല്ലാതെ അതിലേക്ക് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ പൗലോസ് പറയുന്ന സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളിൽ നമ്മൾ പരാമർശിക്കാതെ പോയൊരു വാക്ക് ഒന്ന് ഓർത്ത് പറയണമെന്ന് തോന്നുന്നത്, സ്നേഹം ഇങ്ങനെ ബോസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ വാക്കുണ്ട്, ആത്മപ്രശംസ ചെയ്യില്ലെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മുടെ ഒരു തിടുക്കത്തിൽ അതേപോലെ എടുത്തുനിന്ന് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് പരാമർശിച്ച് അവസാനിപ്പിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. സ്നേഹം ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്നില്ല. ആത്മപ്രശംസ ചെയ്യുന്ന മനുഷ്യരുടെ കാലമൊക്കെ കഴിഞ്ഞു. അവരിങ്ങനെ നിങ്ങൾ കാണുന്ന പഴയ പടങ്ങൾക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഒരുപക്ഷെ സ്കൂൾ കുട്ടികളുടെ ഡ്രാമയ്ക്കകത്ത് ഉണ്ടാവാം. അല്ലാതെ നിത്യജീവിതത്തിനകത്ത് ഈ ബോസ്റ്റ് ചെയ്യുന്ന മനുഷ്യരില്ല. കാരണം ലോകത്തിൻ്റെ ഒക്കെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഇമോഷണൽ ഇൻ്റലിജൻസിൽ വൈകാരിക ബുദ്ധിക്കകത്ത് ഈ ബോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, സ്വയപ്രശംസയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കോമഡിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ മനുഷ്യർ ആത്മകഥ എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ഞാനെന്നാണ്. പണ്ട് ലെറ്റർ പ്രസ്സുകളുടെ കാലത്തിനകത്തൊക്കെ ഇങ്ങനെ സ്വന്തം പ്രസ്സിൽ ഞാൻ എന്ന് പറഞ്ഞ
ആ ലെറ്റർ തീർന്നിട്ട് അടുത്ത പ്രസ്സിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെ ചില ആത്മകഥകൾ അടിക്കേണ്ട ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു പറയാം. അത്രയും ഞാൻ എന്ന് പറഞ്ഞ വാക്കുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഏതൊരാളുടെയും ആത്മകഥ എടുത്ത് നോക്കിക്കൊള്ളുക, അതിനൊക്കെ വളരെ കൃത്യമായിട്ട് കൺഫെഷൻ്റെ സ്വഭാവമാണ്. ഒന്നിനകത്തും എവിടെ എത്തിയായിട്ട് പറയുന്നില്ല, എല്ലായിടത്തും തകർന്നും എല്ലായിടത്തും തലവനിക്കുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെയാണ് അവർ ആത്മകഥകൾ എഴുതുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഈ ആത്മപ്രശംസയ്ക്ക് നിരക്കുന്നൊരിടമല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ 12,000 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അതെ, ആ വാക്ക് തന്നെയാണ് ഡ്രോപ്പ് യുവർ ഈഗോ, അഹം. അതിന് ഒരിക്കലും ഒരു എക്സ്പ്രഷൻ വേണമെന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു കുന്ന്, അല്ലെങ്കിൽ കുന്നിൻ്റെ ഒരു കഷ്ണമെന്നെങ്കിലും വിളിപ്പിക്കേണ്ട, ഒരു പാളിയെന്നും ശിലാപാളിയെന്നും വിശേഷിപ്പിക്കേണ്ട ആ വാക്ക് ഈഗോയെ ഇങ്ങനെയാണ് കൃത്യമായിട്ട് പലപ്പോഴും ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഈഗോ എന്ന് പറയുന്നത് എഡ്ജിങ് ഗോഡ് ഔട്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ നിമിഷവും ഈ ദൈവത്തെ നമ്മളിൽ നിന്ന് പുറന്തള്ളുന്ന ഒന്നിൻ്റെ പേരാണ് ഈഗോ. ദൈവത്തെ മാത്രമല്ല, മനുഷ്യരെയും കൂടെ ജീവിക്കുന്നവരെയും കൂടെ സഹപ്രവർത്തകരെയും ഒക്കെ പുറന്തള്ളുന്നൊരു പദത്തിൻ്റെ പേരാണ് ഈഗോ. നിങ്ങൾ സ്നേഹത്തിലേക്ക് സ്നാനം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ പോലും അറിയാതെ സ്വാഭാവികമായിട്ട് ഈ ഓരോരോ കാലങ്ങളിൽ ഈ വിഷങ്ങളിൽ നിലകൊഴിയുന്ന കണക്ക് നിങ്ങൾ ഈഗോ ഇങ്ങനെ അടർന്നു പോവുക. കാര്യമായൊരു പരിശ്രമം ആവശ്യമില്ല. വെറുതെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക. വൈകാതെ നിങ്ങളില്ലാതെ പതുക്കെ ജീവിക്കുന്നൊരു കളി ആരംഭിക്കുന്നു. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളൊരു കളി അതാണ്, ഈ അവനവനില്ലാതെ ജീവിക്കുന്നൊരു കളി. സൂഫികളൊക്കെ പറയുന്ന കണക്ക് ഈ പക്ഷിമാനസമുള്ള മനുഷ്യർ രൂപപ്പെടാൻ പോകുന്നത് ഈ സ്നേഹസ്നാനത്തിൽ നിന്ന് മാത്രമാണ്. ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കുമോ? എനിക്ക് ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്.